ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഞങ്ങളിപ്പോൾ ഒരു കന്യാകുമാരിയിൽ ഒരു ദിവസം ട്രിപ്പ് പോയാണ്. അതിനാണ് ഇപ്പോൾ വീഡിയോ കാണുന്നത്. നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകയാണ്. അങ്ങോട്ടുള്ള ട്രെയിൻ പോകുന്നുണ്ട്. നമ്മളൊക്കെ ഇപ്പോൾ വരുമെന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വരുന്നു നമ്മുടെ ട്രെയിൻ. നമ്മളിപ്പോൾ കന്യാകുമാരിയിലാണ് പോകുന്നത്. ഇത് പൂനെ ടു കന്യാകുമാരി എക്സ്പ്രസ് ആണ്. നമ്മളിപ്പോൾ അതിൽ കയറി നല്ല വ്യൂസൊക്കെ കണ്ടുകൊണ്ട് അങ്ങനെ പോവാണ്. നമ്മളിപ്പോൾ കന്യാകുമാരിയിൽ എത്തിയിട്ടുണ്ട്. സൗത്ത് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ സൗത്ത് ഇന്ത്യൻ റെയിൽവേയുടെ ലാസ്റ്റ് പോയിന്റാണ്. ഇപ്പോൾ നമ്മൾ ഹോട്ടൽ ട്രിവേണിയിൽ കയറിയിട്ടുണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല വിഷമമുണ്ട്. ഇതാണ് അവരുടെ മീല്. 160 റുപ്പീസാണ്. ഇത് സൂപ്പർ മീലാണ്. നമുക്ക് ആവശ്യത്തിന് മീനിന് ചോദിച്ചൊക്കെ വാങ്ങിച്ച് കഴിക്കാൻ പറ്റും. സൂപ്പറാണ്, നല്ല ടേസ്റ്റി ആയിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ ഉടനെ ബോട്ടിങ്ങിനാണ് പോയത്. ബോട്ടിങ്ങിന് പോണ വഴിയാണ്. അങ്ങനെ നമ്മളിവിടെ പോയോണ്ട് ലൈഫ് ജാക്കറ്റ് എടുത്തിരുന്നു. അടുത്തതായി ഇതാണ് അവിടെയുള്ള വ്യൂസ്. സത്യത്തിൽ ബോട്ടിങ് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നല്ല ബോട്ട്സൊക്കെ കണ്ട് രണ്ട് സൈഡും കടലൊക്കെ കണ്ടുകൊണ്ട് നല്ല എൻജോയ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. അങ്ങനെ നമ്മൾ വിവേകാനന്ദ റോക്കിൻ്റെ അവിടെ ഇറങ്ങി അവിടെ ലൈഫ് ജാക്കറ്റ് ഊരിയിട്ടിട്ട് അടുത്ത് നമുക്ക് കയറി. അവിടെ വിവേകാനന്ദ റോക്ക് അവിടെ ദർശിക്കണമെങ്കിൽ 30 രൂപ കൊടുക്കണം. നമ്മളങ്ങനെ 30 രൂപ കൊടുത്തിട്ട് അങ്ങനെ പോയി. പക്ഷെ അവിടെ ഒന്നും ഫോട്ടോ എടുക്കാനുള്ള അനുമതി ഇല്ലായിരുന്നു, അകത്തൊന്നും. അതുകൊണ്ട് ഇവിടെ നിന്ന് ഫോട്ടോ എടുത്തതേ ഉള്ളൂ. നല്ല എൻജോയ് ചെയ്യാൻ പറ്റി. 4 സൈഡും കടലാണ്. നല്ല നോക്കി ആസ്വദിച്ച് നടക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ ഇങ്ങനത്തേക്ക് കുറേ സ്ഥലങ്ങളുണ്ടായിരുന്നു. ഇത് വിവേകാനന്ദ റോക്കാണ്. അകത്ത് ഫോട്ടോ എടുക്കാൻ പറ്റില്ല. അടുത്ത് അവിടെ വെളിയിൽ വരുമ്പോൾ ബുക്ക് സ്റ്റോളൊക്കെ ഉണ്ട്. അടുത്ത് അങ്ങനെ നടന്നു വന്നു. ഇതോ തിരുവള്ളുവർ സ്റ്റാച്ചു ഉണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് അവിടെ എന്തോ പാലം പോലെ ഒന്ന് കെട്ടുകയാണ്. അടുത്ത് അവിടെ കന്യാകുമാരി മാതയുടെ കാൽപദമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കാണാൻ നല്ല ആസ്വദമാണ്. ആർക്ക് വേണേലും അകത്ത് പോകും. പക്ഷെ അവിടെ ഫോട്ടോഗ്രാഫി ഒന്നും അകത്ത് അലൗഡല്ല. ഇത് വിവേകാനന്ദ റോക്കിൻ്റെ വെളിയിലുള്ള അന്നത്തെ കാലത്തിലെ ഉള്ള കാർവിങ്സ് ആണ്. എനിക്കിതെന്താണെന്ന് അറിയില്ല, പക്ഷെ കുറേ കളേഴ്സ് എനിക്ക് കാണാൻ പറ്റുമായിരുന്നു. ഒരു ലൈറ്റ് ബ്ലൂ, ഡാർക്ക് ബ്ലൂ, അടുത്ത് ബ്ലാക്ക് കളറ്. കുറച്ച് നേരം കഴിയെ അങ്ങോട്ട് പോകാൻ അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക എന്തുകൊണ്ടാണെന്ന്. അടുത്ത് നമ്മളിവിടെ നിന്നപ്പോഴത്തേക്ക് അവിടെ നിറച്ച് നല്ല എൻജോയ് ചെയ്തുകൊണ്ട് നിൽക്കാൻ പറ്റും. അടുത്ത് നമ്മൾ ബോട്ടിങ്ങിന് പോകാൻ വേണ്ടി ഒരു വലിയ ലൈനായിരുന്നു. നമ്മളവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടോ, നല്ല നീളമുള്ള ലൈനാണ്. കുറേ നേരം നമുക്ക് നിൽക്കേണ്ടി വന്നു. ഇങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കും ഡിഫറെൻറ്റ് കളേഴ്സൊക്കെ നമുക്ക് കാണാൻ പറ്റും. നല്ല എൻജോയ് ചെയ്താൽ നിൽക്കാൻ പറ്റും. കടലും ആനയും എത്ര കണ്ടാലും മതിയാവില്ല എന്ന് പറയാം. അതുകൊണ്ട് നമ്മളങ്ങനെ ആസ്വദിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഇത് നമ്മൾ അവിടെ നിന്ന് ഡയറക്റ്റായിട്ട് ബോട്ടിൽ കയറി ഇറങ്ങിയിട്ട് ഇവിടെ വന്നായിരുന്നു. നല്ല ബ്യൂട്ടിഫുള്ളാണ്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് കാല് നനയ്ക്കാം, പക്ഷെ നമ്മൾ കാല് നനയ്ക്കാൻ നിന്നില്ല. അടുത്ത് നമ്മളങ്ങനെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോയായിരുന്നു. കുറേ സ്ലൈഡ് ഓഗർ ഇങ്ങനെയൊക്കെ കുറേ സംഭവങ്ങൾ നമ്മൾ വാങ്ങിച്ചിരുന്നു. അടുത്ത് നമ്മൾ തിരിച്ച് ട്രെയിനിൽ കയറിയായിരുന്നു. ട്രെയിനിൽ കയറിയിട്ട് ഇത് അവിടെയുള്ള വിഷ്വൽസാണ്. സൂപ്പറായിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ദിവസം അവിടെ കന്യാകുമാരിയിൽ തന്നെ സൂപ്പറായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഇത്രയുള്ള ഞങ്ങളുടെ വ്ളോഗ്. നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ട്രെയിൻ യാത്ര ഞങ്ങളുടെ ഫസ്റ്റ് ടൈം യാത്രയാണ്. അപ്പോൾ സൂപ്പറായിട്ടുണ്ടായിരുന്ന എക്സ്പീരിയൻസ് ഒക്കെ. നല്ല വയൽവെളിയും അതൊക്കെ കണ്ടുകൊണ്ട് പോകാൻ നല്ലൊരു സുഖമാണ്. നിങ്ങളും പറ്റുമെങ്കിൽ ട്രെയിനിലൊക്കെ തന്നെ പോകണം. ഇങ്ങനത്തെ ഡിസ്റ്റൻസിലൊക്കെ പോകുമ്പോഴത്തേക്ക് അവിടെ ശബരിമലയിൽ പോയ കുറേ പേരെ നമ്മൾ കണ്ടായിരുന്നു. സത്യത്തിൽ അവിടെ കൂടുതൽ തമിഴ് ആൾക്കാരെയൊക്കെ കാട്ടിലും കൂടുതൽ മലയാളീസും പിന്നെ കൂടുതൽ ഫോറിനേഴ്സൊക്കെ ആയിരുന്നു. ഹിന്ദിക്കാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫോറിനേഴ്സ് നിറച്ച് പേരെ കണ്ടായിരുന്നു. അവിടെ കൂടുതൽ അങ്ങനത്തെ ആൾക്കാരാണ് വന്നത്. നിങ്ങളും പറ്റുമെങ്കിൽ ഒരു ഡേ ഇവിടെ സ്പെൻഡ് ചെയ്യണം. നല്ല